നമസ്കാരം. എല്ലാവർക്കും തിരുവാതിര ആശംസിക്കാം. നമ്മൾ ഇപ്പോൾ ഒരു സംഘടന രജിസ്റ്റർ ഏർപ്പാടുകളൊക്കെ ആയിട്ടുണ്ട്. നമോ എന്നുള്ള ഒരു സംഘടന ഒരു 10 ഡയറക്ടേഴ്സാണുള്ളത്. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ബൈലോ ഉണ്ടാക്കലൊക്കെയാണ്. വല്ലവർക്കും അതിൽ ഈ ഓഫീസ് ആയിട്ട് സഹായിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ വിഷ്ണുവിനെയോ അല്ലെങ്കിൽ പ്രദീപിനെയോ ആരെങ്കിലും അറിയിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തിനാ ഇങ്ങനൊരു സംഘടന എന്ന് ചോദിച്ചാൽ, സംഘ ശക്തി കലോ കലികാലത്തിൽ സംഘത്തിനാണ് ശക്തി. നമുക്ക് എന്തെങ്കിലും നേടിയെടുക്കാനുണ്ടെങ്കിൽ അത് സംഘത്തിനെ പറ്റുള്ളൂ. പിന്നെ ഒന്നുള്ളത്, ഇവിടെ വന്ന് ഇപ്പം ഞങ്ങൾക്ക് പറ്റണത് ഞങ്ങൾ ചെയ്യേണ്ടത്, അതുപോലെ സംഘത്തിന് ചെയ്യാൻ പറ്റുന്നതും കുറേ ഉണ്ടാകും. ഇപ്പോൾ വിദ്യാർത്ഥികൾ വന്നാൽ അവർക്ക് പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവും. അതിൽ ഞങ്ങൾ പറ്റണത് മനോജും ഞങ്ങളൊക്കെ കൂടി പറ്റണത് ഞങ്ങൾ ചെയ്യേണ്ട. അതായത് അമ്പലത്തിൽ പലപ്പോഴും സഹായിക്കാൻ വിളിക്കുക, അങ്ങനെയുള്ളത് എന്തെങ്കിലും അവർക്ക് ഒരു വരുമാനം ഉണ്ടാക്കുന്ന വിധത്തിൽ ഞങ്ങൾ ചെയ്യേണ്ട. അതുപോലെ അനവധി കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർക്ക് തന്നെ ചെയ്യാൻ പറ്റും. പിന്നെ ഒരു കൂട്ടിപ്പിടുത്തുണ്ടായാൽ, ഇവിടെ എല്ലാവർക്കും അറിയാമല്ലോ, നെറ്റ്വർക്ക് കൂടെയൊക്കെയാണ് ജോലി കിട്ടുക. അപ്പോൾ എല്ലാവരും തമ്മിൽ കൂട്ടിപ്പിടുത്തുണ്ടാവണം. അതാണ് പ്രധാനമായിട്ട് സംഘത്തിൻ്റെ ഈ സംഘടനയുടെ ആവശ്യം. അതാണ് എല്ലാവരും അതിൽ അംഗങ്ങളാവണം. എല്ലാവരെയും അതിന് വേണ്ടിയിട്ട് ക്ഷണിക്കുകയും ചെയ്യുന്നു. അധികം ദീർഘിപ്പിക്കുന്നില്ല. എല്ലാവർക്കും തിരുവാതിരാശംസ. താങ്ക് യു ദിവാകരേട്ടാ. എല്ലാവരും ഇവൻ്റൊക്കെ നല്ലപോലെ എൻജോയ് ചെയ്യണമെന്ന് വിചാരിക്കണം. എൻ്റെ മെയിൻ ദൗത്യം, ഞാനിവിടെ വന്നിട്ട് എൻ്റെ മെയിൻ ദൗത്യം എന്ന് പറയുന്നത് നമ്മുടെ ഗോൾഡ് സ്പോൺസറെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഗോൾഡ് സ്പോൺസറെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറയുമ്പോൾ ഞാൻ എങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു ഒരാളല്ല, 2 പേരാണ്. റിയൽട്ടർ ഡുവോ അങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണോ, അതോ ഫിറ്റ് റിയൽട്ടറിന് ഇൻട്രൊഡ്യൂസ് ചെയ്യണോ, അതോ ഗ്ലാഡിയേറ്ററിൻ്റെ നട്ടല്ലെന്ന് പറയണോ, എങ്ങനെയാണ് അതോ യൂട്യൂബറാണോ, എങ്ങനെയാണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുക? ഓക്കെ, എന്തായാലും എങ്ങനെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നമുക്ക് അതിൽ തന്നെ ചോദിക്കാം. ശരത്തേട്ടാ പ്ലീസ്. അശ്വതി സ്റ്റേജിലേക്ക് കയറുന്നുണ്ടോ? ഓക്കെ, താങ്ക് യു ഫോർ ദ ഗോൾഡ് സ്പോൺസർഷിപ്പ്. നമുക്ക് വേണ്ടി ഒരു 2 വാക്ക്. തീർച്ചയായിട്ടും. എല്ലാവർക്കും നമസ്കാരം. എന്നെ അറിയില്ലാത്തവർക്കായിട്ട്, എൻ്റെ പേര് ശരത്. ഞാൻ നാട്ടിൽ എറണാകുളം ജില്ല കിഴക്കമ്പലം, ഇല്ലപ്പേര് കടമ്പനാൽ. ഇവിടെ ബ്രാംപ്ടണിലാണ് താമസം. കാനഡയിൽ 10 കൊല്ലമായി. റിയൽ എസ്റ്റേറ്റിൽ വർക്ക് ചെയ്യുന്നു. വൈഫും റിയൽറ്ററാണ്. 2 പിള്ളേരുണ്ട്, 2 പെൺകുട്ടികൾ അവരിവിടെ ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, ഇങ്ങനൊരു പ്രോഗ്രാം എല്ലാ കൊല്ലവും നടത്തുന്ന ഓർഗനൈസേഴ്സിന് ഒരു വലിയ താങ്ക്സ്. കാരണം എളുപ്പമല്ല. ഞാനിതുപോലെ പല മലയാളി അസോസിയേഷൻ്റെയും സ്പോൺസർ ചെയ്യാറുണ്ട്, ഭാഗമാവാറുണ്ട്, അതിൻ്റെ പരിപാടികൾ നടത്താറുണ്ട്. അപ്പോൾ ഐ നോ ഹൗ ഡിഫിക്കൽട്ട് ഇറ്റ് ഈസ് ടു ഓർഗനൈസ് എ പ്രോഗ്രാം ലൈക്ക് ദിസ്. അതുമല്ല, നമ്മളൊരു ജസ്റ്റ് ഒരു വാട്സാപ്പ് ഗ്രൂപ്പിലുള്ള മെസ്സേജ് വെച്ചിട്ട് ഇത്രയും പേര് ഇവിടെ വരിക എന്ന് പറയുന്നതും ഇറ്റ്സ് എ ബിഗ് തിങ്. ബിക്കോസ് മോസ്റ്റ് ഓഫ് ദ ഓർഗനൈസേഷൻ അവർ ഐ നോ ലൈക്ക് പല ഓൺലൈൻ സോഷ്യൽ മീഡിയ ക്യാമ്പയിനിങ്, സെല്ലിങ് ടിക്കറ്റ്സ് ത്രൂ മെനി പ്ലാറ്റ്ഫോം, അങ്ങനെയൊക്കെ ആയിട്ടാണ് ഇത്രയും പേരൊക്കെ കിട്ടുന്നത്. So it's a huge thing. Congrats to all the organizers and thank you all for asking me to give a sponsorship. വളരെ സന്തോഷമുണ്ട് നമ്മുടെ കമ്മ്യൂണിറ്റി തന്നെ സ്പോൺസർ ചെയ്യാൻ
എപ്പോഴും ഹാപ്പിയാണ്. വരും വർഷങ്ങളിലും തീർച്ചയായിട്ടും ചോദിച്ചാൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ഉണ്ടാവും. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. എനിവേ എല്ലാവർക്കും തിരുവാതിര ആശംസകളും ന്യൂ ഇയർ ആശംസകളും നേരുന്നു. താങ്ക് യു. Thank you very much, Sharath and Ashruti. ഈ പ്രോഗ്രാം നടത്താൻ വളരെയധികം നിങ്ങളുടെ കോപ്പറേഷൻ വാസ് റിയലി ഇമ്പോർട്ടൻറ്റ്. താങ്ക് യു സോ മച്ച് വൺസ് അഗൈൻ. ഇനി നമുക്കൊരു ഡാൻസ് പെർഫോമൻസ് ആണ്, ഒരു റിപ്പീറ്റ് പെർഫോമർ ആണ്. ലെറ്റ്സ് ഓൾ വെൽക്കം ബാക്ക് തന്മയി.